जयो राधा माधवा जयो कुंज बिहारी जयो राधा माधवा जयो कुंज बिहारी जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारि जयो राधा माधवा जयो कुंज बिहारी हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जयो कृष्ण बलराम जयो कृष्ण बलराम कृष्ण बलराम जयो कृष्ण बलराम जयो राधा माधव राधे जयो जगन्नाथा बलदेवा जयो सुभद्रमयी जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्टकी हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेशा गोपिका कान्द राधाकान्द नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी ऋषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് ഒന്നാമത്തെ സ്കന്ധത്തില് 9-ാം അധ്യായത്തില് 43-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. ശ്ലോകം വായിക്കാം. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭി ആത്മന്യ ആത്മാന ആവേശ്യ സ അന്ധശ്വാസ ഉപാരമത. കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃദ്ധിഭി ആത്മന്യ ആത്മാന ആവേശ്യ
स अन्तः श्वास उपारमथा कृष्णम् एवं भगवती मनोवाग्दृष्टिवृत्तिभिः आत्मन्यात्मान आवेश्य स अन्तः श्वास उपारमथा. സൂത ഉവാച. സൂത ഗോസ്വാമി അരുളി ചെയ്തു, കൃഷ്ണേ, ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ, ഏവ മാത്രം, ഭഗവതി അദ്ദേഹത്തിന്റെ, മനസ്സാൽ, വാക്ക് ദൃഷ്ടി വൃത്തിഭി പ്രവർത്തനങ്ങൾ, ആത്മനി പരമാത്മാവിന്, ആത്മാനം ജീവാത്മാക്കൾ, ആവേശ്യ ലയിക്കുകയാൽ, സ അദ്ദേഹം, അന്തശ്വാസ ശ്വസിക്കുന്ന, ഉപാരമത് നിശബ്ദമായി തീർന്നു. വിവർത്തനം. സൂതഗോസ്വാമി അരുളി ചെയ്തു, അപ്രകാരം ധന്യാത്മാവായ ഭീഷ്മർ വിശ്വാത്മക സ്വരൂപനായ പരമാത്മാവിൽ ശ്രീകൃഷ്ണനിൽ വലയം പ്രാപിച്ചു. പരമദിവ്യോത്തമ പുരുഷനിൽ മനസ്സാലും വാക്കാലും ദൃഷ്ടിയാലും പ്രവർത്തിയാലും സ്വയം നിമജ്ജിപ്പിച്ച് നിശബ്ദമായി ആ ഭക്തോത്തമന്റെ ശ്വാസം നിലച്ചു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദി. ഭീഷ്മദേവന്റെ ആത്മാവ് ഭഗവത് ചിന്തയിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാന്റെ വിവിധ കർമ്മങ്ങളുടെ സ്മരണയിലും ഏർപ്പെട്ട് ഭഗവാനെ പ്രാപിച്ചു. ആയതിനാൽ ഭൗതിക ശരീരം ത്യജിക്കുന്ന വേളയിൽ ഭീഷ്മദേവൻ എത്തിച്ചേർന്ന ഈ അവസ്ഥയെ നിർവികൽപ്പ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹം ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയാൽ സ്വയം അദ്ദേഹത്തിന്റെ മുമ്പിൽ സന്നിഹിതനായ ഭഗവാനെ ദർശിക്കുവാൻ ആരംഭിക്കുകയും യാതൊരു വ്യതിയാനവും കൂടാതെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനിൽ തന്നെ കേന്ദ്രീകൃതമാകുകയും ചെയ്തു. പരിപൂർണതയുടെ ആത്യന്തികമായ അവസ്ഥ ഇതാകുന്നുവെന്ന് മാത്രമല്ല, ഈ അവസ്ഥയെ ഭക്തിയുത സേവന പരിശീലനത്തിലൂടെ പ്രാപ്തമാക്കാൻ ഏവർക്കും സാധ്യമാണ്. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ സേവന പ്രവർത്തന തത്വങ്ങൾ 9 വിധത്തിലുള്ളതാകുന്നു. അവ ശ്രവണം, ജപം, സ്മരണം, പാദാരവിന്ദങ്ങളുടെ സേവനം, ആരാധന, പ്രാർത്ഥന, ആജ്ഞകൾ നിർവഹിക്കുക, സാഹോദര്യം സ്ഥാപിക്കുക, ആത്മസമർപ്പണം എന്നിവയാകുന്നു. അഭികാമ്യമായ ഫലം സമ്മാനിക്കാൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇവയെല്ലാം തുല്യ സമർത്ഥങ്ങളാകുന്നു. എന്നാൽ പ്രവീണനായ ഭഗവത് ഭക്തന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് നിർബന്ധ ബുദ്ധിയോടെ അവയെ പരിശീലിക്കേണ്ടതായി വരുന്നു. ഇവയിലെല്ലാം വെച്ച് അത്യന്തം പ്രധാനപ്പെട്ടത് ആദ്യത്തെ സേവന പ്രവർത്തന തത്വമായ ശ്രവണമാകുന്നു. ആകയാൽ ആദ്യം ഭഗവത്ഗീതാ ശ്രവണവും പിന്നെ ശ്രീമദ് ഭാഗവത ശ്രവണവും ജീവിതാന്തത്തിൽ ഭീഷ്മദേവന്റെ അവസ്ഥ പ്രാപ്തമാക്കാൻ അഭിലഷിക്കുന്ന ഒരു ഗൗരവ പഠിതാവിന് അത്യന്താപേക്ഷിതമാകുന്നു. സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ സന്നിഹിതനല്ലെങ്കിൽ പോലും മൃത്യുവേളയിലെ ഭീഷ്മദേവന്റെ അദ്വിതീയമായ അതിവിശിഷ്ടമായ അവസ്ഥ പ്രാപ്യമാക്കാനും കഴിയുന്നു. ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വാക്കുകളും ശ്രീമദ് ഭാഗവതത്തിലെ വാക്കുകളും ഭഗവാനിൽ നിന്നും അഭിന്നമാണ്. അവ ഭഗവാന്റെ ശബ്ദതാരങ്ങളാകുന്നു. മാത്രവുമല്ല, അവയെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയാൽ 8 വസുക്കളിൽ ഒരാളായ ശ്രീ ഭീഷ്മദേവന്റെ അവസ്ഥയ്ക്ക് അവകാശിയായി തീരാൻ ഒരാൾക്ക് കഴിയുന്നു. ജീവിതത്തിന്റെ നിശ്ചിത അവസ്ഥയിൽ മനുഷ്യനായാലും മൃഗമായാലും നിശ്ചയമായും മരണപ്പെടും. എന്നാൽ ഭീഷ്മദേവനെ പോലെ മരണം വരിക്കുന്ന ഒരാൾ പരിപൂർണതയിൽ എത്തിച്ചേരുന്നു. അതേസമയം പ്രകൃതി നിയമങ്ങൾക്ക് അടിമപ്പെട്ട് മരണപ്പെടുമ്പോൾ മരണം മൃഗതുല്യമാവുന്നു. ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരമാണ് ഇത്. മനുഷ്യരൂപത്തിലുള്ള ജീവിതം ഭീഷ്മദേവനെ പോലെ മൃത്യു വരിക്കാൻ സവിശേഷമായി ഉദ്ദേശിച്ചുള്ളതാകുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ
വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇപ്പൊ വളരെ നല്ല ഒരു ശ്ലോകമാണിത്. ഏകദേശം നമ്മൾ ഭീഷ്മദേവന്റെ വിയോഗം എന്ന 9-ാമത്തെ അധ്യായം തീരാറായി. ഇനി കുറച്ച് ശ്ലോകങ്ങളുടെ ബാക്കിയുള്ളൂ. അപ്പോഴ് ഈ ശ്ലോകത്തിന്റെ പർപ്പട്ടിൽ ഞാൻ ആദ്യം ഈ ശ്ലോകം വായിച്ച സമയത്ത് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയുണ്ടായി, ഭീഷ്മദേവൻ എത്ര ഭാഗ്യം ചെയ്ത ആളാണ്. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അന്ധകാലേജ മാമേവ സ്മരൺമുക്ത കളവരം. നമ്മള് ശരീരം ത്യജിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കണം. അതാണ് ഏറ്റവും വലിയ പെർഫെക്ഷൻ. അപ്പൊ ഭീഷ്മദേവന്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഭീഷ്മദേവന്റെ മുമ്പ് വന്ന് നിൽക്കുകയാണ് ഭഗവാൻ. ഭീഷ്മദേവൻ ഭഗവാന്റെ അടുത്ത് ഭഗവാന് ഓർഡർ ചെയ്യുന്നുണ്ട്. എന്താണ്? ചിരിച്ചുകൊണ്ട് നിൽക്കണം, ചതുർഭുജനായിരിക്കണം. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങൾ ഭഗവാന്റെ അടുത്ത് ഓർഡർ ചെയ്യണമെങ്കിൽ ജീവിതത്തിൽ ഉടനീളം ഭീഷ്മാചാര്യർ എന്തുമാത്രം ഭഗവാനെ ധ്യാനിച്ചു കാണും എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഒരാളിനല്ലേ ഇത്രയും ഭഗവാന്റെ അടുത്ത് ഫ്രീ ആയിട്ട് ഇത് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഞാൻ ഇത് വായിച്ച സമയത്ത് ഭീഷ്മദേവൻ എന്ത് ഭാഗ്യവാനാണ് എന്ന് ആലോചിച്ചു. അപ്പൊ നമ്മുടെ കാര്യം എങ്ങനെയായിരിക്കും എന്ന് ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു. ആ പർപ്പട്ട് വായിച്ചപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഭഗവത്ഗീതയിലെയും അതായത് ആകയാൽ ആദ്യം ഭഗവത്ഗീതാ ശ്രവണവും പിന്നെ ശ്രീമദ് ഭാഗവത ശ്രവണവും ജീവിതാന്ത്യത്തിൽ ഭീഷ്മദേവന്റെ അവസ്ഥ പ്രാപ്തമാക്കാൻ അഭിലഷിക്കുന്ന ഒരു ഗൗരവ പഠിതാവിന് അത്യന്താപേക്ഷിതമാകുന്നു. പക്ഷെ നമ്മളുടെ അടുത്ത് ഭഗവാൻ വരില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണമെന്നുള്ളത് പ്രഭുപാദ് ഈ പർപ്പട്ടിൽ പറഞ്ഞു തരിക. സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ സന്നിഹിതനല്ലെങ്കിൽ പോലും മൃത്യുവേളയിലെ ഭീഷ്മദേവന്റെ അദ്വിതീയമായ അതിവിശിഷ്ടമായ അവസ്ഥ പ്രാപ്യമാക്കാനും കഴിയുന്നു. എങ്ങനെ? ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വാക്കുകളും ശ്രീമദ് ഭാഗവതത്തിലെ വാക്കുകളും ഭഗവാനിൽ നിന്ന് അഭിന്നമാണ്. അവ ഭഗവാന്റെ ശബ്ദ അവതാരങ്ങളാവുന്നു. മാത്രമല്ല അവയെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയാൽ 8 വസുക്കളിൽ ഒരാളായ ശ്രീ ഭീഷ്മദേവന്റെ അവസ്ഥയ്ക്ക് അവകാശിയായി തീരാൻ ഒരാൾക്ക് കഴിയുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഭീഷ്മദേവന്റെ കണക്ക് ശരീരം വെടിയാനായിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പ്രഭുപാദ് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഭീഷ്മദേവന്റെ ജനനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. അത് 8 വസുക്കൾ എന്ന് പറയാം. അതായത് 8 വസുക്കൾ എന്ന് പറഞ്ഞാൽ ഡെമിഗോഡ്സ് കണക്ക് ഉള്ളതാണ്. 8 വസുക്കള്, 12 രുദ്ര, പിന്നെ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന. അപ്പൊ ഈ ഒരിക്കല് ഈ 8 വസുക്കളും കൂടെ ആകാശത്തിലൂടെ വിമാനത്തിൽ പോകുന്ന സമയത്ത് വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ വളരെ സുന്ദരിയായ ഒരു പശുവിനെ കാണാനിടയായി. അപ്പൊ ആ പശുവിനെ ഈ വസുക്കളുടെ ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഒരു ഭാര്യ പറഞ്ഞു, എനിക്ക് ആ പശുവിനെ എന്തായാലും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ വസിഷ്ഠൻ അറിയാതെ ആ പശുവിനെ മോഷ്ടിക്കുകയും, കാമധേനു എന്ന് പറയുന്ന പശുവിനെ മോഷ്ടിക്കുകയും, കാമധേനു അല്ല, സുരഭി പശുവിനെ മോഷ്ടിക്കുകയും അദ്ദേഹത്തിന് ദിവ്യ ചക്ഷുസ് ഉള്ളത് കൊണ്ട്, ആർക്ക്? വസിഷ്ഠ മുനിക്ക് ത്രികാലങ്ങളെയും മുൻകൂട്ടി അറിയാൻ കഴിവുള്ള ആളായോണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ ഈ വസുക്കളാണ് മോഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കി അവരെ ശപിച്ചു. നിങ്ങൾ ഈ ദേവലോകത്ത് താമസിക്കാൻ കഴിവുള്ളവരല്ല, നിങ്ങളുടെ ഈ സ്വഭാവം വെച്ച് നിങ്ങൾ ഭൂമിയിൽ പോയി. അങ്ങനെ ഇത് അറിഞ്ഞ വസുക്കൾ എല്ലാവരും കൂടെ വന്ന് വസിഷ്ഠ മുനിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. പക്ഷെ വസിഷ്ഠ മഹർഷി പറഞ്ഞു, പറഞ്ഞ വാക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളിതിൽ ആരാണോ ഏറ്റവും ഈ പശുവിനെ മോഷ്ടിക്കാൻ സഹായിച്ചത് അവർക്ക് മാത്രം നിങ്ങൾ ഭൂമിയിൽ പോയി ഒരുപാട് നാൾ ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഒരുപാട് നാൾ ജീവിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ ലൈഫ് വളരെ ഇല്ലസ്ട്രിയസ് ആയിട്ടുള്ള
ഒരു ലൈഫായിരിക്കും എന്നും വസിഷ്ഠമുനി ആ ശാപത്തിന്റെ ഇന്റൻസിറ്റി കുറച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ ഭീഷ്മാചാര്യനായിരുന്നു യഥാർത്ഥത്തിൽ ആ 8ാമത്തെ വസു. അങ്ങനെ ഗംഗയെ കല്യാണം കഴിച്ചു. ആദ്യത്തെ 7 കുഞ്ഞുങ്ങളെയും ഗംഗാ നദിയിൽ തന്നെ എടുത്തെറിഞ്ഞ് അവർക്ക് ശാപമോക്ഷം കിട്ടി പെട്ടെന്ന് തിരിച്ചുപോയി. 8ാമത്തെ കുട്ടിയാണ് ഭീഷ്മാചാര്യർ. ഭീഷ്മാചാര്യർക്ക് ആ വസിഷ്ഠമുനി പറഞ്ഞതനുസരിച്ച് ഭൂമിയിൽ ഒരുപാട് നാൾ ജീവിക്കേണ്ടി വരും. പക്ഷേ വളരെ ശ്രേഷ്ഠമായ ഒരു പദവിയോടുകൂടിയായിരിക്കും അദ്ദേഹം ജീവിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഭീഷ്മദേവൻ ഒരു മഹാജനാണ്. അപ്പോ നമ്മൾ ഇതിന്റെ ഈ പർപ്പട്സ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സ്വാമിജി പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഭീഷ്മാചാര്യർ ഇത്രയും ഒക്കെ ഒരു മഹാജനായിട്ടും എന്തുകൊണ്ട് കൗരവന്മാരുടെ കൂടെ നിന്നു? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. ഞാൻ പലപ്പോഴും ഈ ചാപ്റ്റർ ഭാഗവതം വായിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു മഹാജനല്ലേ, മഹാജൻ എങ്ങനെ ഈ കൗരവരുടെ അധർമ്മികളുടെ കൂടെ നിന്നു എന്ന് ഞാൻ പലപ്പോഴും ഇപ്പോഴും പർപ്പട്സ് വായിച്ചപ്പോഴാണ് വളരെ വ്യക്തവും ക്ലിയറുമായിട്ട് സ്വാമിജി പ്രഭുപാദ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അധർമ്മികളുടെ കൂടെ നിന്നാൽ അവസാനം തോൽക്കുകയോ നിവർത്തിയുള്ളൂ എന്നുള്ള ഒരു പാഠം ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. എത്രയൊക്കെ കഴിവുണ്ട് ഭീഷ്മാചാര്യർ എന്ന് പറഞ്ഞാൽ, അവസാനം യുദ്ധത്തിൽ അർജുനനെ തോൽപ്പിക്കാൻ ഏകദേശം ഒരുങ്ങിയ സമയത്താണ് കൃഷ്ണഭഗവാൻ അറിയാം എൻ്റെ സൗന്ദര്യം കണ്ടാൽ അല്ലെങ്കിൽ എൻ്റെ രൂപം കണ്ടാൽ ഭീഷ്മാചാര്യൻ ആ നിമിഷം യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കും. അങ്ങനെയാണ് ഭഗവാൻ പൊട്ടിയ ഒരു ചക്രവും എടുത്ത് ഭീഷ്മദേവന്റെ നേരെ ഓടി അടുത്തതും ആ സൗന്ദര്യത്തിൽ ആസ്വദിച്ച് ഭീഷ്മാചാര്യൻ തൻ്റെ അന്നത്തെ യുദ്ധവീര്യം കുറയ്ക്കുവാനും ഇടയായത്. അപ്പോ ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ യുദ്ധമൊക്കെ കഴിഞ്ഞു. ഏകദേശം 52 ദിവസമായിട്ട് ഭീഷ്മദേവൻ ശരശയ്യയിലാണ്. അർജുനന്റെ ഈ അമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ശരശയ്യയിലാണ് ഭീഷ്മദേവൻ കിടക്കുന്നത്. അപ്പൊ ഭഗവാൻ യുദ്ധം കഴിഞ്ഞ് സന്തോഷമായിട്ട് പാണ്ഡവരെ ജയിച്ചു, പാണ്ഡവർക്ക് യുധിഷ്ഠിരനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാം എന്നൊക്കെയുള്ള ധാരണയിൽ തിരിച്ച് ഭഗവാൻ പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് ഉത്തര കരഞ്ഞുകൊണ്ട് വരുന്നതും. ഭാഗി ഭാഗി മഹാഭാഗു എന്ന് പറഞ്ഞൊരു ശ്ലോകം പറയുന്നുണ്ട്. ശ്ലോകം ഭാഗി ഭാഗി മഹായോഗേ ദേവദേവേ ജഗത്പദേ, അതായത് അങ്ങക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഉത്തര ഓടി, അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തര ഓടി വരുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ മനസ്സിലാക്കി ഇത് അശ്വത്ഥാത്മാവ് അയച്ച ബ്രഹ്മാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ ഒരു അങ്കുലത്തിന്റെ രൂപത്തിൽ കയറി ആ ബ്രഹ്മാസ്ത്രത്തെ നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വീണ്ടും കുന്തിദേവി വന്ന് തൻ്റെ പ്രാർത്ഥനകൾ, ഇപ്പൊ കുന്തിദേവിയുടെ പ്രാർത്ഥനകളുടെ ഇതില് കുന്തിദേവി പറയുന്നുണ്ട്, അങ്ങ് കുറച്ച് നാളുകൂടി നമുക്ക് അങ്ങയുടെ സംഘം തന്നുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് തിരിച്ച് കൊട്ടാരത്തിൽ വരുന്ന സമയത്താണ് ഈ ഭീഷ്മാചാര്യര് ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്, യുധിഷ്ഠിരൻ ഒരുപാട് വിഷണ്ണനായിട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഭഗവാൻ അറിയുന്നത്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർജുനൻ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇത് കണക്കൊരു ബിവിൽഡർമെന്റ് ആയിരുന്നു, ഒരു സംശയം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതേ കണക്ക്
അപ്പോൾ ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുകയും അതെല്ലാം കഴിഞ്ഞു. അവസാനം അർജുനൻ പറയുന്നുണ്ട്, കരിഷ്യേ വചനം തവ, അങ്ങ് എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കാം എന്ന് പറയുന്നുണ്ട്. നഷ്ടോ മോഹോ സ്മൃതിർലഭ്യ, അർജുനന്റെ ഇല്യൂഷൻ എല്ലാം മാറി. കരിഷ്യേ വചനം തവ, അങ്ങ് എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കാം, യുദ്ധം ചെയ്യാൻ പറയുകയാണെങ്കിൽ യുദ്ധം ചെയ്യാം. അങ്ങനെ അർജുനന്റെ ഈ സന്ദേഹങ്ങളും സംശയങ്ങളും എല്ലാം മാറ്റിയെങ്കിൽ ഇപ്പൊ യുധിഷ്ഠിരൻ ഈ യുദ്ധം ജയിച്ചതിന് ശേഷവും വളരെ വിഷണ്ണനായിട്ട് കാണപ്പെട്ടു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ തന്നെ രാജ്യം ചക്രവർത്തിയാകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ എല്ലാം കൊന്നൊടുക്കേണ്ടി വന്നു. എത്രയോ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു. എത്രയോ കുട്ടികളുടെയും അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു. അപ്പോ ഇതെല്ലാം ഓർത്ത് യുധിഷ്ഠിര മഹാരാജാവ് വളരെ വിഷണ്ണനായിട്ടിരിക്കുകയാണ്. സാധാരണ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമല്ലേ. അങ്ങനെ ഇരിക്കുന്ന യുധിഷ്ഠിരനെ വേണമെങ്കിൽ ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുത്തതുപോലെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാമായിരുന്നു. പക്ഷേ ഭഗവാൻ അത് ചെയ്തില്ല. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവിടെ ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഡിവൈൻ പ്ലാൻ? തൻ്റെ പരിശുദ്ധ ഭക്തനായ ഭീഷ്മദേവന്, ഭഗവാൻ എപ്പോഴും ഭക്തവത്സലനാണല്ലോ, അപ്പം തൻ്റെ പരിശുദ്ധ ഭക്തനായ ഭീഷ്മദേവനെ കൊണ്ട് ഉപദേശിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു പാണ്ഡവന്മാരുടെ അടുത്ത്, പ്രത്യേകിച്ച് യുധിഷ്ഠിരന്റെ അടുത്ത് വെച്ച് പറഞ്ഞു. അദ്ദേഹം ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയയാണ്. ആര്? ഭീഷ്മദേവൻ ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയയാണ്. എന്തൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടോ, രാജ്യഭരണം, ദാനം, ധർമ്മം, സ്ത്രീധർമ്മം, യുദ്ധധർമ്മം, എന്തെല്ലാം ധർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോ ഈ 52 ദിവസമായിട്ട് ഭീഷ്മാചാര്യര് എന്തുകൊണ്ടാണ് മരണപ്പെടാതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഭീഷ്മാചാര്യർക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്, സ്വച്ഛന്ത മൃത്യു. അദ്ദേഹം വിചാരിക്കുമ്പോൾ മാത്രമേ മരിക്കാൻ പറ്റുകയുള്ളൂ. ആ വരം കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല്, അന്ന് അച്ഛന് വേണ്ടി ഈ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കുകയില്ല. അന്ന് ഈ ദേവവർദ്ധൻ എന്ന കുട്ടിക്ക് ശന്തനു മഹാരാജാവ് കൊടുത്ത വരമാണിത്. നീ വിചാരിച്ചാൽ മാത്രമേ മരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അപ്പൊ സ്വച്ഛന്ത മൃത്യുവിനായിട്ട് ഭഗവാൻ ഭീഷ്മാചാര്യര് ഉത്തരായനവും കാത്തു കിടക്കുക. യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധം തീർന്നത് സതേൺ ഹെമിസ്ഫിയറിലായിരുന്ന സമയത്താണ്, ദക്ഷിണായനത്തിലായിരുന്ന സമയത്താണ് കുരുക്ഷേത്ര യുദ്ധം തീർന്നത്. അപ്പം ഉത്തരായനം കാത്തു കിടക്കുന്നു. ആ കാത്തു കിടക്കുന്ന സമയത്ത് അപ്പോ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായ ഭീഷ്മാചാര്യർ എന്തിനാണ് ഉത്തരായനവും ദക്ഷിണായനവും ഒക്കെ നോക്കുന്നത്? ഭഗവാന്റെ പരിശുദ്ധ ഭക്തനല്ലേ, അപ്പൊ ഏത് സമയത്ത് മരിച്ചാലും ഭഗവാന്റെ ധാമത്തിൽ തന്നെ എത്തുകയില്ലേ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം ഉണ്ടാകാം. അതിന് വളരെ വ്യക്തമായിട്ട് പല ആചാര്യന്മാര് പറയുന്നുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിന്റെ ഒരു വിവർത്തനം എന്ന് പറഞ്ഞാല്, ഭഗവാൻ യഥാർത്ഥത്തിൽ ഉത്തരായനം കാത്തല്ല കിടന്നത്. ഉത്തരായൻ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനൊരു പേരുണ്ട്. ശ്രീകൃഷ്ണൻ വരുന്നതും കാത്താണ് കിടന്നത്. എങ്ങനെ ആ പേര് കിട്ടി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഉത്തരയുടെ ഗർഭത്തിൽ, അയൻ മീൻസ് ഷെൽട്ടർ, ഉത്തരയുടെ ഗർഭത്തിൽ പരീക്ഷിത് മഹാരാജാന് ഷെൽട്ടർ കൊടുത്ത് അങ്ങനെ ഭഗവാന് ഉത്തരായൻ എന്നൊരു പേരുണ്ട്. അപ്പം ഭീഷ്മ പിതാമഹൻ ആ സണ്ണിന്റെ ഉത്തരായനല്ല കാത്തവിടെ കിടക്കുന്നത്, പിന്നെയോ ഭഗവാൻ ഉത്തരായൻ വരുന്നതും കാത്താണ്. എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി ആ ഒരു വ്യാഖ്യാനം. ഭഗവാൻ കൃഷ്ണൻ ഉത്തരായൻ വരുന്നതും കാത്താണ്. അപ്പം വീണ്ടും ചോദിക്കും, ഭഗവാനെ കണ്ടു കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഭീഷ്മാചാര്യർ കിടക്കുന്നത്? ഓരോരുത്തർക്ക് വരുന്ന സംശയങ്ങളാണ്.
അപ്പോ അതിന്റെ ഉത്തരം പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട്. ആർക്ക്? പാണ്ഡുപുത്രന്മാർക്ക്. അപ്പം ഈ പാണ്ഡുപുത്രന്മാര് അവിടെ വരുന്നതിന് ഭീഷ്മാചാര്യരെ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും ഏറ്റവും മുന്തിയ തേരുകളിലും രഥങ്ങളിലും ഏറ്റവും നല്ല ആനകള്, കുതിരകള് നിങ്ങളെ കണ്ടാൽ കുബേരന്റെ മക്കളാണെന്ന് തോന്നത്തക്ക രീതിയിൽ നിങ്ങൾ വേഷവിധാനങ്ങൾ ചെയ്തിരിക്കണം എന്ന് ഭഗവാൻ ഈ പാണ്ഡവരുടെ അടുത്തെല്ലാം പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഈ ഒരു പ്രൗഢിയോടെ ഭീഷ്മദേവൻ കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടാകും. ധർമ്മം ജയിച്ചു എന്നുള്ള ചിന്ത, വേണ്ട കൈകളിലാണ് ഇപ്പോൾ ധർമ്മം എന്ന് അദ്ദേഹം മനസ്സിലാക്കും എന്നുള്ളതിന് വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ഈ പാണ്ഡവരുടെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം ഇവര് പാണ്ഡവരെല്ലാവരും കൂടെ ഭീഷ്മാചാര്യന്റെ അടുത്ത് ചെന്ന് പല കാര്യങ്ങളും, ഇത് നമുക്ക് മഹാഭാരതത്തില് ശാന്തി പർവ്വത്തില് ഉണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഭീഷ്മാചാര്യൻ ഇവരുടെ ഓരോ സംശയങ്ങൾക്കും മറുപടി പറയുന്നതായിട്ടുള്ള ഒരുപാട് അധ്യായങ്ങളുണ്ട്. അത് ശാന്തി പർവ്വത്തിലാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അവിടെ കിടക്കുന്ന സമയത്ത് ഭീഷ്മാചാര്യന്റെ അടുത്ത് പാണ്ഡവന്മാര് വന്നു. ഇത് ഭീഷ്മാചാര്യര് ഒട്ടും വൈകാതെ തന്നെ തന്റെ ശരീരം വെടിയും എന്നുള്ള അവസ്ഥ ലോകം മൊത്തം അറിഞ്ഞു. ലോകം മൊത്തം അറിഞ്ഞ് പല സ്ഥലങ്ങളിലെ ഋഷീസ്, സപ്ത ഋഷീസ്, ജ്ഞാനികള്, സയൻസ് എല്ലാരും അവിടെ ഒത്തുകൂടി. അപ്പൊ അവിടെ എല്ലാരും ഒത്തുകൂടിയ സമയത്ത് ഈ ഭീഷ്മാചാര്യര് പറയാണ്, നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നു. ആരുടെ അടുത്ത് പറഞ്ഞു? പാണ്ഡവന്മാരുടെ അടുത്ത് പറയാണ്. പാണ്ഡവര്, ദ്രൗപദി എല്ലാവരും ഉണ്ട് അവിടെ. അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചിന്തിക്കണം. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? തുടക്കം മുതലുള്ള പ്രശ്നങ്ങൾ. ഭീഷ്മാചാര്യൻ കൗരവന്റെയും പാണ്ഡവരെയും വളർത്തുകയും അവസാനം കൗരവ പക്ഷത്തു നിന്ന് ഭക്ഷണം കഴിക്കുകയും കൗരവരുടെ കൂടെ കൂടുകയും നമ്മൾ ഒരു മൊത്തം ഒന്ന് ബാക്ക്ഗ്രൗണ്ട്, ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് കൊടുത്താൽ നമുക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാവും. അപ്പോ എന്താണ് പറഞ്ഞു വന്നത്? കൗരവരും പാണ്ഡവരെയും ഒരുമിച്ച് വളർത്തിയതും ഇതെല്ലാം ആലോചിച്ച് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ഭീഷ്മാചാര്യർ അവസാനം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനായിട്ടും സംശയ നിവാരണത്തിനായിട്ടും മെസ്സഞ്ചറായിട്ടും ഒക്കെ കാണുന്ന ഈ ഭഗവാൻ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പം എന്തുകൊണ്ടാണ് ഭീഷ്മദേവന് നന്നായിട്ട് അറിയാം ഇത് ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നും. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വീണ്ടും പറയുന്നു? അവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ കൂടിയിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പല സ്ഥലത്തു നിന്നും കേട്ടറിഞ്ഞ് എല്ലാവരും വന്നു. അവരുടെ മുമ്പ് വീണ്ടും ഭീഷ്മദേവൻ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ കളിക്കൂട്ടുകാരനോ നിങ്ങളുടെ മാതുലനോ ഒന്നുമല്ല ഭഗവാൻ, ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഭീഷ്മദേവൻ പറഞ്ഞു, അങ്ങയുടെ ചതുർഭുജ രൂപം എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനും ആചാര്യന്മാര് നല്ലൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. എന്താണ് ചതുർഭുജ രൂപം കാണാൻ? അത് എങ്ങനെ മനസ്സിലായി ഭീഷ്മദേവന് ചതുർഭുജ രൂപം ഉണ്ട് എന്നുള്ളത്? അപ്പോ കുരുക്ഷേത്ര യുദ്ധത്തില് അർജുനൻ ചതുർഭുജ രൂപം കണ്ടു എന്ന് ഭീഷ്മാചാര്യർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മള് പലരും കേൾക്കാറുണ്ട്, അതായത് വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമാണ് കൃഷ്ണൻ എന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും, ഇപ്പൊ നമ്മൾ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് പല ബുക്കുകളിലൊക്കെ വായിക്കുമ്പോഴെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്ന് ഭാഗവതം ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഏതേജാംസു കലാപുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം.
എന്നാണല്ലോ 1.3.28 പറയുന്നുണ്ട്. അപ്പോ ഭീഷ്മദേവന് ഇത് എല്ലാരെയും ബോധിപ്പിക്കണം. ആരാണ്? സാക്ഷാൽ കൃഷ്ണന്റെ അവതാരമാണ് വിഷ്ണു. അപ്പം എല്ലാവരുടെയും മുമ്പ് വെച്ചപ്പോ എനിക്ക് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ 4 കൈയുള്ള രൂപം കാണണം. അപ്പൊ അവിടെ ഇൻഡയറക്ട്ലി ഹീസ് പ്രൂവിങ് ദാറ്റ് വിഷ്ണു ഈസ് എ ഇൻകാർണേഷൻ ഓഫ് കൃഷ്ണ. ഇനി പാണ്ഡവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ നിങ്ങൾ ഇവിടം വരെ എത്തിയത് എന്തുകൊണ്ടാണ് എന്ന് അതിന് 3 റീസൺസ് ആണ് പ്രധാനമായിട്ട് പറഞ്ഞത്. 3 റീസൺസ്. അതായത് വിപ്ര ധർമ്മ അച്യുതപ്രിയ. വിപ്ര ധർമ്മ അച്യുതപ്രിയ എന്ന് പറഞ്ഞാല് വിപ്ര മീൻസ് രാജാക്കന്മാരെയും ബ്രാഹ്മണരെയും. പിന്നെ ധർമ്മത്തിന് നിങ്ങൾ എപ്പോഴും പൊക്കിപ്പിടിച്ചിരുന്നു. പിന്നെയോ അച്യുതപ്രിയ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ഭഗവാനെ മറന്നില്ലെന്ന് മാത്രമല്ല ഒരു പടി കൂടി ഭഗവാനെ ആശ്രയിക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം കുന്തി ദേവിയുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, വിഷാൻ മഹാഗ്നി പുരുഷാദ ദർശനം അസത്സഭായാം മനവാസ കൃച്ഛത് മൃധേ മൃധേ അനേക രഥസ്തോ ദ്രോണ്യസ്ത്ര ദശ്ചാസ്ത ഹരേർ അഭിരക്ഷിത. അത് തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നു, വിപദക സന്തത ശാശ്വത് തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യത്സത് അപുനർഭാവ ദർശനം. അപ്പോ അവർക്ക് ഓരോ പ്രാവശ്യവും ഭഗവാനെ കാണുന്നത് ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് എത്രയോ ആപത്തുകൾ വന്നോട്ടെ, വരുന്ന ഓരോ പ്രാവശ്യവും ആപത്തുകൾ വരുമ്പോൾ ഞാൻ അങ്ങേ കാണുകയും അതുവഴി എനിക്ക് ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു അവസരവും കിട്ടും എന്നാണ് കുന്തിദേവി പ്രാർത്ഥിച്ചത്. അപ്പം എന്താണ് 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാണ്ഡവർക്ക് ഇത്രയൊക്കെ സഹിച്ച് ജീവിതം നടന്നിട്ടും വേറെ ഒരു പ്രശ്നവുമില്ലാതെ അവര് ജയിച്ചു വരാൻ കാരണം വിപ്ര ധർമ്മ അച്യുത ആശ്രയ. വിപ്രന്മാര്, അതായത് രാജാക്കന്മാരെയും ബ്രാഹ്മണന്മാരെയും അല്ലെങ്കിൽ വൈഷ്ണവരെയും നല്ലവണ്ണം സേവിച്ചിരുന്നു. പിന്നെ ധർമ്മം, എപ്പോഴും ധർമ്മത്തിന് നിങ്ങൾ പൊക്കിപ്പിടിച്ചിരുന്നു. പിന്നെ അച്യുത ആശ്രയ, ഭഗവാനെ നിങ്ങൾ എന്നും ആശ്രയിച്ചിരുന്നു. അപ്പോ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മളെ ആശുപത്രിയിൽ ആയിക്കോട്ടെ, നമ്മളെ വീട്ടിലായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. കലിയുഗം എന്താണ്? പദം പദം യത് വിപതാം നതേഷം. ഓരോരോ സ്റ്റെപ്പും ഡേഞ്ചറസ് ആണ്. ഓരോരോ സ്റ്റെപ്പിലും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളുടെ ഈ സാധന കുറച്ച് ഇന്റൻസിഫൈ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ പറ്റും. അപ്പൊ ഇതിന്നൊരു അപ്ലൈഡ് ഭാഗവതമാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഞാനത് എൻ്റെ ജീവിതത്തിൽ പരിശ്രമിച്ച് നോക്കിയിട്ടുമുണ്ട്. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ സാധന ചാൻഡിങ്ങിന്റെ എണ്ണം കൂട്ടുക, കൂടുതൽ ഭഗവത്ഗീത ഭാഗവതം വായിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റി, ഭഗവാൻ അത്ര പവർഫുൾ ആണ്. ഒംനിപൊട്ടന്റ്, ഒംനീഷ്യന്റ്, ഒംനി പ്രസന്റ് എന്നാണ് പറയുന്നത്. അപ്പം ഭഗവാൻ ഇതെല്ലാം അറിയാമല്ലോ. അപ്പം പലരും ചെയ്യുന്നത്, നമ്മളൊരു പ്രശ്നത്തിൽ വരുമ്പോൾ ഭഗവാനെ കുറ്റം പറയും. കണ്ടോ, ഞാൻ ഇത്രയും ഭഗവാനെ ആശ്രയിച്ചിട്ടും ഭഗവാൻ ഇങ്ങനെ എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നല്ലോ എന്ന് പറയും. അപ്പോ നമ്മളെ ഭഗവാൻ ഒരു പ്രശ്നത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ജീവിതാനുഭവമാണ്, ഒരു പ്രശ്നത്തിൽ എത്തിച്ചു തന്നാൽ ആ പ്രശ്നം നമ്മൾ ഭഗവാന്റെ സഹായത്തോടെ കരകയറി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ പവർഫുൾ ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളെ ഓരോ പ്രശ്നത്തിലിടുന്നതും ഭഗവാൻ നമ്മളെ ടെസ്റ്റ് ചെയ്യാനാണ്. ഇവൻ എത്രത്തോളം സാധന അല്ലെങ്കിൽ ഇന്റൻസിറ്റി, നമ്മളെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളെ ഭഗവാൻ ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ടെസ്റ്റ് നമ്മൾ അതേ രീതിയിൽ
എടുത്ത് നമ്മൾ അത് മുന്നേറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കൃഷ്ണ കോൺഷ്യസിൽ പെട്ടെന്ന് അഡ്വാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഭഗവാൻ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. 24-ാമത്തെ ശ്ലോകമാണ് 24. അതില് പറയുന്നുണ്ട്, സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഹാസാ അരുണലോചനോല്ലസൻ മുഖാംബുജോ ധ്യാന പദശ്ചതുർഭുജാ. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷിതാം എന്ന് പറഞ്ഞാല് ഭഗവാൻ അങ്ങ് എനിക്ക് വേണ്ടി കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കണം? ചതുർഭുജനും മനോഹരമായി അലങ്കരിച്ച വദനാംബുജത്തോടു കൂടിയവനും, പിന്നെയോ ഉദയസൂര്യനെ പോലെ അരുണ നേത്രങ്ങളോട് കൂടിയവനും, പിന്നെ പ്രസന്നഹാസ സൗമ്യമായി മന്ദഹസിക്കുന്നവനുമായ ഭഗവാനെ ഈ ഭൗതിക ശരീരം ത്യജിക്കുന്ന ആ നിമിഷം വരെ ദയവായി എനിക്ക് വേണ്ടി കാത്തിരിക്കണമേ, എന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് അപ്രത്യക്ഷനാകരുതേ. അപ്പൊ ഇത് ഭീഷ്മാചാര്യര് ഭഗവാന്റെ അടുത്ത് പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അടുത്ത് ഓർഡർ ചെയ്യാണ്, ഭഗവാൻ അവിടെ നിൽക്കണം, എന്റെ കണ്ണ് അടയുന്നതിന്റെ അവസാനത്തെ ദൃഷ്ടി അങ്ങയുടേതായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരാൾ പറയണമെങ്കിൽ അപ്പൊ എത്രത്തോളം ഭഗവാന്റെ ഒരു ഭക്തനായിരിക്കും, അല്ലെങ്കിൽ ഭഗവാനെ ജീവിതകാലം മുഴുവൻ എത്ര നാള് ധ്യാനിച്ചു കാണും അല്ലെ? ഇനി അടുത്ത വേറൊരു ശ്ലോകം, അതായത് ഭീഷ്മസ്തുതിയുടെ ആദ്യത്തെ ശ്ലോകം, അതും വളരെ നല്ല ഒരു ഭീഷ്മർ പറയുന്ന ഇതി മതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതമുപേയുഷയത് ഭാവപ്രവാഹ. അപ്പോ ഇതി മതിർ ഉപകൽപിത വിതൃഷ്ണ. വിതൃഷ്ണ എന്ന് പറഞ്ഞാൽ ഡിസയർ ഓഫ് ഓൾ മെറ്റീരിയൽ ഡിസയേഴ്സിനെ കളഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് വിതൃഷ്ണ. ഭീഷ്മദേവൻ പറഞ്ഞു, ദീർഘകാലം വിവിധ വിഷയങ്ങളിലും ധർമ്മങ്ങളിലും കർമ്മങ്ങളിലും വ്യാപരിച്ചിരുന്ന എൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും സർവശക്തനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രതിഷ്ഠാപനം ചെയ്യാൻ എന്നെ ഇപ്പോൾ അനുവദിച്ചാലും അദ്ദേഹം സദാ ആത്മസംതൃപ്തനാകുന്നു. എന്നാൽ ഭക്തന്മാരുടെ സ്വാമിയാകയാൽ ചിലപ്പോഴൊക്കെ ഭൗതിക ലോകം അദ്ദേഹത്തിന്റെ തന്നെ സൃഷ്ടിയാണെങ്കിലും ഇവിടെ അവതരിച്ച് അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നു. ഇതിനും വേറൊരു ആചാര്യൻ നല്ല ഒരു കമന്ററി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് മതിർ ഉപകൽപിത വിതൃഷ്ണ. മതി മീൻസ് മനസ്സ്. അപ്പൊ ഭീഷ്മാചാര്യന്റെ മനസ്സ് കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയോട് ഉപമിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ പെൺകുട്ടിയെ കൊണ്ട് ഭഗവാനെ കല്യാണം കഴിപ്പിക്കണം എന്ന്. അത് ഒരു ആചാര്യന്റെ ഒരു കമന്ററിയാണ്. പിന്നെ എങ്ങനത്തെ ആളിനെ കൊണ്ടായിരിക്കണം? ഭഗവാന്റെ ക്വാളിറ്റീസ്. സാത്വത പുങ്കവേ വിഭുംനി. സാത്വത ഗണത്തിൽ നമ്മൾ പറയുന്നില്ലേ, വൃഷ്ണി, സാത്വത, അങ്ങനെ ഓരോരോ ഇത് പറയുന്നുണ്ട്. യാദവ, സാത്വത, വൃഷ്ണികുലം. അപ്പം സാത്വത കുലത്തിലെ പുങ്കവേ ഏറ്റവും ശ്രേഷ്ഠനായ ആളിനെ കൊണ്ട് എന്നാണ് പറയുന്നത്. വിഭുംനി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. അപ്പം എൻ്റെ കല്യാണം കഴിക്കാത്ത എൻ്റെ മനസ്സിനെ കൊണ്ട്, അതായത് ഭീഷ്മാചാര്യന്റെ ഇതി മതിർ ഉപകൽപിത വിതൃഷ്ണ. എങ്ങനത്തെ മനസ്സ്? വിതൃഷ്ണത, ഒരു മെറ്റീരിയൽ ഡിസയേഴ്സും ഇല്ല, ഒരു ഭൗതിക അഭിലാഷങ്ങളും ഇല്ലാത്ത എൻ്റെ മനസ്സാകുന്ന എൻ്റെ പെൺകുട്ടിയെ കൊണ്ട് ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം? ഭഗവതി സാത്വത പുങ്കവേ, സാത്വത കുലത്തിൽ ജനിച്ച ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയെ കൊണ്ട്. എന്തിനാണ്? സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും.
പ്രകൃതി ഉപേയുഷി യത് ഭാവ പ്രവാഹ. ഇനി അടുത്ത ഒരു ഭീഷ്മദേവന്റെ ഒരു ധർമ്മോപദേശം, അതായത് സ്വഭാവഗുണ മാഹാത്മ്യത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ കഥയും കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പ്രഹ്ലാദ് മഹാരാജിനെ അറിയാം. അപ്പൊ പ്രഹ്ലാദ് മഹാരാജ് പണ്ട് ദേവേന്ദ്രന്റെ രാജ്യം ഒരിക്കൽ പിടിച്ചടക്കി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പിടിച്ചടക്കിയതെന്ന് പറഞ്ഞാല് പ്രഹ്ലാദന്റെ ഉത്തമമായ ശീലഗുണം കൊണ്ടാണ് ആ ദൈത്യേന്ദ്രിയന്, അതായത് അസുരൻ, പ്രഹ്ലാദൻ അസുരനാണല്ലോ, ആ ദൈത്യേന്ദ്രിയന് 3 ലോകവും പിടിച്ചടക്കാൻ കഴിഞ്ഞു. അപ്പൊ എന്തു പറ്റി? രാജ്യം നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ അവരുടെ ഗുരുവായ, ആരാണ് ഗുരു? ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയെ സന്ദർശിച്ചു. ബൃഹസ്പതിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പ്രഹ്ലാദൻ നമ്മുടെ രാജ്യം, എൻ്റെ ഇന്ദ്രലോകം പിടിച്ചടക്കിയാണ്, അപ്പൊ എങ്ങനെ അയാളെ തിരിച്ചടിക്കാൻ പറ്റും എന്ന് ആര് ചോദിച്ചു? ദേവേന്ദ്രൻ ചെന്ന് ബൃഹസ്പതി എടുത്ത് ചോദിച്ചു. അപ്പോ ഉറച്ച ശ്രേയസ് കൈവശമാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ജ്ഞാനം സമ്പാദിച്ചു. എന്നിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? അപ്പം ബൃഹസ്പതി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇന്ദ്രൻ ഒരു ബ്രാഹ്മണ വേഷധാരിയായിട്ട് പ്രഹ്ലാദനെ സമീപിച്ച് ശ്രേയസിനുള്ള മാർഗം എന്താണെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. അപ്പൊ ഇന്ദ്രൻ എന്തു പറ്റി? ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ട്, ഒരു കുഞ്ഞു ബ്രാഹ്മണനായിട്ട് മാറിയിട്ട് പ്രഹ്ലാദന്റെ അടുത്ത് ചെന്നു. അപ്പം പ്രഹ്ലാദൻ പറഞ്ഞു, ബ്രാഹ്മണ, ഞാൻ ത്രൈലോക്യ രാജ്യഭാരം വഹിക്കിയാൽ ഇത്തരം കാര്യങ്ങൾ പറയാനൊന്നും ഉപദേശിക്കുവാനും എനിക്ക് സമയം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, വേണ്ട, ശരി, ഇനി അങ്ങക്ക് സമയം കിട്ടുന്ന സമയത്ത് എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരണം. അതായത് ഉറച്ച ശ്രേയസ് കൈവശമാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ബ്രാഹ്മണ വേഷം ധരിച്ചെത്തിയ ഇന്ദ്രന് അറിയേണ്ടത്. അങ്ങനെ പതുക്കെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ബ്രാഹ്മണക്കുട്ടി, ഇന്ദ്രനായിട്ട് വന്ന ബ്രാഹ്മണക്കുട്ടി സർവീസ് ചെയ്യാൻ തുടങ്ങി. പ്രഹ്ലാദന് വേണ്ട സർവീസുകൾ ചെയ്തു അവിടെ നിന്നു. പ്രഹ്ലാദനെ ഗുരുവായി ആദരിച്ച് ശുശ്രൂഷിച്ചു തുടങ്ങി. കാലക്രമേണ എന്തു പറ്റി? പ്രഹ്ലാദന് ബ്രാഹ്മണൻ തൃപ്തനായി. അപ്പൊ ഇതിനിടയ്ക്ക് തന്നെ ബ്രാഹ്മണൻ പ്രഹ്ലാദനോട് പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ. അപ്പോ ഒരിക്കല് ഒരു നല്ല അവസരം കിട്ടിയപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു, ധർമ്മജ്ഞനായ പ്രഹ്ലാദ, അങ്ങ് എങ്ങനെയാണ് ഈ ത്രൈലോക്യ രാജ്യം നേടിയത് എന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? ഇന്ദ്രനായി വേഷം കെട്ടി വന്ന ബ്രാഹ്മണൻ. അപ്പോൾ പ്രഹ്ലാദൻ ഉത്തരം പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം, പ്രഹ്ലാദൻ പറയാണ്, ഞാൻ ഒരിക്കലും വിപ്രരിൽ അസൂയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിലും വൈഷ്ണവരിലും രാജാക്കന്മാരിലും അസൂയപ്പെടുകയില്ല. 2, എപ്പോഴും ബ്രഹ്മജ്ഞാനികളുടെ ഉപദേശം സ്വീകരിക്കും. പ്രഹ്ലാദൻ പറയുകയാണ് ബ്രാഹ്മണന്റെ അടുത്ത്. 3, ഞാൻ എന്നും എൻ്റെ മനസ്സിനെ അടക്കി നിർത്തും. അപ്പൊ മനസ്സിനെ അടക്കി നിർത്തി കഴിഞ്ഞാല് 4, ക്രോധവും കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളിൽ നിന്ന് എനിക്ക് കാമത്തെ മനസ്സിനെ അടക്കി നിർത്തി കഴിഞ്ഞാല് കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ത്രൈലോക്യ രാജ്യം കീഴടക്കിയത് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തു. അപ്പോ പ്രഹ്ലാദൻ ചോദിച്ചു, അങ്ങ് എനിക്ക് ചെയ്ത സേവനങ്ങളെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങേക്ക് എന്ത് വരമാണ് ഞാൻ നൽകേണ്ടത്
എന്ന് തിരിച്ച് പ്രഹ്ലാദൻ ഈ ബ്രാഹ്മണ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോ വളരെ വിചിത്രമായ ഒരു ഉത്തരമാണ് ഈ ബ്രാഹ്മണൻ പറഞ്ഞത്. രാജാവേ, അങ്ങ് എന്നിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നന്മ നേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നന്മ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഭവാന്റെ അങ്ങയുടെ ശീലം എനിക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതാണ് ഞാൻ അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരം. മനസ്സിലായല്ലോ? അപ്പം ഈ കുട്ടി ആരാണ്? ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രൻ വരൻ പ്രഹ്ലാദന്റെ അടുത്ത് വരൻ ചോദിക്കുകയാണ്. ബ്രാഹ്മണക്കുട്ടി വരൻ ചോദിച്ചു, രാജാവെ, എന്നില് പ്രസാദിക്കണം, എനിക്ക് നന്മ വരണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ശീലം എനിക്ക് നൽകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ബ്രാഹ്മണന്റെ ആവശ്യം അറിഞ്ഞപ്പോഴത്തേക്ക് പ്രഹ്ലാദൻ മനസ്സിൽ ഭീതിയുണ്ട്, എങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. പ്രസന്നവദനായി അദ്ദേഹം ബ്രാഹ്മണനോട് തന്നെ പറഞ്ഞു, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വരവും വാങ്ങി ബ്രാഹ്മണ വേഷധാരിയായ ഇന്ദ്രൻ സന്തോഷത്തോടെ ദേവലോകത്തേക്ക് പോയി. പ്രഹ്ലാദൻ അങ്ങനെ കടുത്ത ചിന്തയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രഹ്ലാദന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു തേജരൂപം മാറിപ്പോകുന്നത് കണ്ടു. എന്നിട്ട് ആ രൂപം മാറി എന്നിട്ട് പ്രഹ്ലാദന്റെ അടുത്ത് പ്രഹ്ലാദൻ ചോദിച്ചു, നീ ആരാണ്? അപ്പം ആ രൂപം പറഞ്ഞു, ഞാൻ ശീലമാണ്. ഭവാൻ എന്നെ ദാനം ചെയ്ത നിമിഷം തന്നെ ഞാൻ അങ്ങേ വിട്ടുപോവുകയാണ്. ശിഷ്യത്വം സ്വീകരിച്ച് നിന്നെ പൂജിച്ച് ഇവിടെ വാണ ആ ബ്രാഹ്മണനില്ലേ, അവനിൽ അധിവസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് ആര് പറഞ്ഞു? ആ വിട്ടുനിന്ന ശീലം എന്ന രൂപം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു രൂപം ഈ പ്രഹ്ലാദന്റെ ശരീരത്തിൽ നിന്ന് പോയി. അപ്പൊ വീണ്ടും പ്രഹ്ലാദൻ ചോദിച്ചു, നീ ആരാണ്? നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ധർമ്മമാണ്, ദൈത്യേന്ദ്രിയ, ഞാൻ പോകുന്നു. ശീലം ഉള്ളിടത്തെ ഞാൻ അധിവസിക്കൂ. അപ്പൊ നല്ല ശീലം ഉള്ളിടത്തെ ആരധിവസിക്കൂ? ധർമ്മം അധിവസിക്കുകയുള്ളൂ. അങ്ങനെ ശീലവും ധർമ്മവും പോയി കഴിഞ്ഞപ്പോൾ അതാ വേറൊരാള് പ്രഹ്ലാദന്റെ ശരീരം വിട്ടു പോകുന്നു. നീ ആര് ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മവും നല്ല ശീലവും ധർമ്മവും ഉള്ള സ്ഥലത്തെ ഞാൻ നിൽക്കുകയുള്ളൂ. ഞാൻ സത്യമാണ്, ഞാൻ ധർമ്മത്തിന്റെ പിന്നാലെ പോവുകയുള്ളൂ. അങ്ങനെ ഞാനും നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് വേറൊരു തേജസ് പ്രഹ്ലാദനെ വിട്ടുപോയി. നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ നിയമം. അപ്പം വീണ്ടും പറഞ്ഞു, ധർമ്മവും സത്യവും ഉള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ. നിയമം, സത്യമുള്ളിടത്തെ ഞാൻ നിൽക്കുകയുള്ളൂ, ഞാൻ വസിക്കുകയുള്ളൂ. ആകയാൽ ഞാൻ സത്യത്തെ പിന്തുടരുകയാണ് എന്ന് പറഞ്ഞ് നിയമവും പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശീലം മുതൽ ഇതുവരെയുള്ള എല്ലാം പ്രഹ്ലാദനെ വിട്ടു പിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദേവി, പ്രഭാമയ്യായ ഒരു ദേവി അവനിൽ നിന്ന് പ്രഹ്ലാദിൽ നിന്ന് ഉയർന്നു വന്നു. പ്രഹ്ലാദൻ അത്ഭുതത്തോടെ ചോദിച്ചു, ദേവി, നീ ആരാണ്? അവൾ പറഞ്ഞു, ധീരനായ രാജാവേ, ഞാൻ ഐശ്വര്യമാണ്. അങ്ങയിൽ ഇഷ്ടം പോലെ അധിവസിച്ചു. ഇപ്പോൾ ഞാൻ അങ്ങയെ വിട്ടുപോകുന്നു. ബലം എവിടെയുണ്ടോ അവിടെ മാത്രമേ ഞാൻ വസിക്കുകയുള്ളൂ. ഇത്രയുമൊക്കെ ആയപ്പോഴേക്ക് പ്രഹ്ലാദന്റെ മനസ്സിൽ ഭയം വർദ്ധിച്ചു. അവൻ ശ്രീദേവിയോട് ചോദിച്ചു, ഹേ ലക്ഷ്മി ദേവി, നീ സത്യവ്രതയാണല്ലോ. ഭഗവതിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ അടുത്ത് വന്നുകൂടി എന്നെ ഗുരുഭക്തിയോടെ ശുശ്രൂഷിച്ച് പ്രീതിപ്പെടുത്തിയ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആരാണ് എന്ന് ലക്ഷ്മി ദേവിയെടുത്ത് പ്രഹ്ലാദൻ ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, ആ ബ്രാഹ്മണൻ സാക്ഷാൽ ദേവേന്ദ്രനാണ്. ഹേ ധർമ്മജ്ഞ, നീ ഉത്തമമായ ശീലഗുണം കൊണ്ടാണല്ലോ 3 ലോകവും നേടിയത്. നീ കൊടുത്ത വരത്താൽ നിന്റെ ശീലഗുണൻ അവൻ നേടി. ധർമ്മം, പിന്നെ സത്യം, പിന്നെ വൃത്തം, പിന്നെ ബലം, പിന്നെ ഈ ഞാൻ, ഇവരൊക്കെ ശീലഗുണത്തെ ആധാരമാക്കി നിലകൊള്ളുന്നവരാണ്. നിന്റെ ശീലഗുണം ദാനം ചെയ്തപ്പോൾ നിനക്ക് മറ്റെല്ലാം നഷ്ടമായി.
ഇപ്രകാരം പറഞ്ഞ് ഐശ്വര്യതയെയും അവനെ വിട്ടുപോയി. അപ്പോ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും എല്ലാ ജീവികളിലും അഹിംസ പാലിക്കുക, അനുഗ്രഹിക്കുക, ദാനം ചെയ്യുക, ഇതാണ് പ്രശസ്തമായ സൗമ്യശീല ഗുണം എന്ന് പറയുന്നത്. അന്യർക്ക് ഹിതമല്ലാത്തതും തനിക്ക് വേണ്ടതുമായ കർമ്മം അത് പരുഷമാണെന്ന് തോന്നിയാൽ ലജ്ജാകരമായ ആ കർമ്മം ചെയ്യാതിരിക്കണം. സദസ്സിൽ പ്രാജ്ഞന്മാർ പുകഴ്ത്തുന്ന കർമ്മമേതോ അത് ചെയ്യണം. ഇതാണ് ശീലത്തിന്റെ സ്വഭാവം. അപ്പോ നല്ല ശീലങ്ങൾ എന്തിനു വളർത്തിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഭീഷ്മൻ ഒരു നീണ്ട ഉപദേശം ഒരു കഥയിൽ കൂടി പറഞ്ഞു കൊടുത്തു. അപ്പോ നമ്മൾ ഇവിടെ അവസാനം ഭീഷ്മാചാര്യർ എന്താണ് ചെയ്തത്? ഭീഷ്മാചാര്യർ അവസാനം അദ്ദേഹത്തിന്റെ മരണസമയത്ത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് ദർശനം കൊടുക്കാനായിട്ട് വന്നു. അപ്പോ ഭീഷ്മദേവൻ തൻ്റെ ആത്മാവ് ഭഗവാന് കൊടുത്തു, തൻ്റെ മനസ്സ് അർജുനന് കൊടുത്തു, തൻ്റെ ശരീരം കൗരവന്മാർക്ക് കൊടുത്തു. അപ്പോ അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ ഒരു മഹാജൻ ആയത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങള്, കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. പ്രഭുജി വളരെ നല്ല ഗംഭീരമായ ക്ലാസ്, റയറായിട്ടുള്ള കഥ, നന്നായിരുന്നു പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു പ്രഭു, താങ്ക് യു. പ്രഭു, ഒന്ന് രണ്ട് ഡൗട്ട്. അതിൽ ഒന്ന്, നമ്മുടെ ഉത്തരായനൻ എന്നുള്ളത് വിശ്വനാഥ ചക്രവർത്തിയുടെ എക്സ്പ്ലനേഷൻ ആണല്ലേ? അതാണെന്നാണ് ഞാൻ മനസ്സിലായത്. ഞാനിത് ഒരു ലെക്ചർ കേട്ട് എഴുതിയെടുത്താണ്. അപ്പം ആ ലെക്ചറിൽ പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടും വായിച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. ലെക്ചർ എന്ന ഒരു ചൗപ്പാത്തിയിൽ ലെക്ചറാണ്, അപ്പൊ അത് തെറ്റാൻ വഴിയില്ലെന്നാണ് വഴിയില്ല. ഇതേ ക്ലാസ് നമ്മുടെ ഇദ്ദേഹം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പരിപൂർണ കൃഷ്ണദാസ് പ്രഭു ഫ്രം കാനഡ. അദ്ദേഹവും പ്രഭു പറഞ്ഞ ഇത് തന്നെ പറഞ്ഞു. അപ്പൊ ഈ വിഷയം നമ്മള് മറ്റൊരു ക്ലാസ്സിൽ ചർച്ചയ്ക്ക് എടുത്തു. അപ്പൊ അവിടെ അതിചന്ദ്ര പ്രഭു അദ്ദേഹം അത് അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ തീർച്ചയായിട്ടും ചൗപ്പാത്തി ടെമ്പിളിലെ ക്ലാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഫോളോ ചെയ്യാം. താങ്ക് യു പ്രഭുജി. ആ ഒരു ക്ലാരിറ്റി നമ്മുടെ ഡോട്ടീസിനെല്ലാം ഇന്നത്തെ ക്ലാസ്സോട് കൂടി വന്നിട്ടുണ്ട്. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. പിന്നെ നന്ദി പ്രഭുജി, ഹരേ കൃഷ്ണ. പിന്നെ ഒരു പോയിന്റ് പ്രഭു, നമ്മുടെ പ്രഹ്ലാദന്റെ ഈ മനോഹരമായ ഈ കഥ മഹാഭാരതത്തിൽ വരുന്ന കഥയാണല്ലേ? മഹാഭാരതത്തില് ഭീഷ്മ ശാന്തി പർവ്വത്തില് മനസ്സിലായി. ഭീഷ്മദേവൻ ഭീഷ്മ ധർമ്മോപദേശം ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതില് വരുന്നതാണ് ഈ ഒരു കഥ. നല്ല കഥ, സൂപ്പർ, നല്ല ശീലം, അതായത് ഹാബിറ്റ്സിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ കഥ. നന്നായിരുന്നു. നന്ദി പ്രഭുജി, വളരെ ഗംഭീരമായ ക്ലാസ്. പ്രഭുവിന്റെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല ഇൻസൈറ്റ് കിട്ടുമെന്ന് നമുക്കറിയാം. വളരെ ശ്രദ്ധയോടെ കൂടിയാണ് നമ്മുടെ ഭക്തന്മാര് പ്രഭുവിന്റെ ക്ലാസ് കേൾക്കുന്നത്. ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. എന്നിട്ട് ഈ ഭീഷ്മദേവനെ ശരിക്ക് 7-ാം വയസ്സ് വരെ ഗംഗാദേവി എടുത്ത് വളർത്തിയ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ബൃഹസ്പതിയിൽ നിന്ന് ധർമ്മശാസ്ത്രങ്ങളെല്ലാം കൈവരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ അറിയാം പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം. ആയോധന കലകൾ കംപ്ലീറ്റ് പരശുരാമനിൽ നിന്നാണ് അഭ്യസിച്ചത്. പിന്നെ മാർക്കണ്ഡയിൽ നിന്നും അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഗംഗാദേവി ശന്തനുവിനെ 7-ാം വയസ്സില് ഭീഷ്മരെ ഹാൻഡ് ഓവർ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ആള് തന്നെ ശരപഞ്ചരത്തിലേക്ക് എടുക്കുമ്പോ ദാസ്യഭാവത്തിലാണ് ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്ത്, ദാസ്യഭാവത്തിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് വൈകുണ്ഠത്തിലെ സ്പിരിച്വൽ വേൾഡിൽ വൈകുണ്ഠത്തിലെ ആ 52 ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ആത്മാവ് ഭഗവാനെ കണ്ടുകൊണ്ട് പൂർണ്ണ എന്താ പറയാ ആ ദ്വിഭുജ രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ട് അദ്ദേഹം ദേഹത്യാഗം ചെയ്തു. ദേഹത്യാഗം ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ വിലയം പ്രാപിച്ചത് ശരിക്കും ഓൾറെഡി നമ്മുടെ മെറ്റീരിയൽ വേൾഡ് കടന്ന് ഓഷ്യൻ കടന്ന് ബ്രഹ്മജ്യോതി കടന്ന് വൈകുണ്ഠത്തിലേക്ക് എത്തുക ചെയ്ത്. വൈകുണ്ഠത്തിലേക്ക് എത്തിയ വശം 4 ഹാൻഡഡ് രൂപത്തിൽ ശ്രീകൃഷ്ണൻ അവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. ദാസ്യഭാവത്തിലുള്ള
ഈ ഭീഷ്മരെ റിസീവ് ചെയ്യുന്നുണ്ട് അവിടെ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ ശരിക്ക് വിരജാ നദിയിൽ മുങ്ങുന്ന സമയത്ത് ആ പരമാത്മാവും മനസ്സ്, മൈൻഡ്, ഇന്റലിജന്റ് ആൻഡ് ഫോൾസ് ഈഗോ ആൻഡ് ഈ പരമാത്മാ ഇത് കംപ്ലീറ്റ് അവിടെ വിരജാ നദിയിൽ മുങ്ങുമ്പോൾ ഡ്രങ്ക് ചെയ്യുന്ന സമയത്ത് അത് റിലീഫ് ആവും. അത് അപ്പൊ പ്യുവർ സോളായത്. അതിനുശേഷമാണ് ബ്രഹ്മജ്യോതിയിലേക്ക് കിടക്കണത്. പിന്നെ മഹാദേവന്റെ ലോകത്തിലേക്ക് കിടക്കുന്നു. അതിനുശേഷം അത് വൈകുണ്ഠത്തിലേക്ക് എത്തി. വൈകുണ്ഠത്തിലേക്ക് എത്തിയപ്പോ ദാസ്യഭാവത്തില്. അപ്പൊ 5 രസങ്ങളിലെ ശാന്തരസത്തിലുള്ളവർക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ ദാസ്യം, സാഖ്യം, വാത്സല്യം, മാധുര്യം ഉള്ളവർക്കാണ് അങ്ങോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പ്രൊമോഷൻ കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം ദാസ്യഭാവത്തിലാണ് മെഡിറ്റേറ്റ് ചെയ്ത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വൈകുണ്ഠ ലോകത്തേക്ക് റിസീവ് ചെയ്തു. എത്തിയ സമയത്ത് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ 4-handed രൂപത്തിൽ അദ്ദേഹത്തിനെ റിസീവ് ചെയ്തു. 4-handed രൂപത്തിൽ തന്നെ ഭീഷ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, അഷ്ടവസുക്കളിലെ 8ാമത്തെ ആള് ആയിട്ടുള്ളത് ഭീഷ്മര് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് ദ്യോവ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയാണ് നിർബന്ധപൂർവം വേണമെന്ന് പറഞ്ഞത് അല്ലേ? അതെ, നിർബന്ധപൂർവം പറഞ്ഞത് ഈ പശുവിനെ വേണമെന്ന് നിർബന്ധപൂർവം പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പത്നി കൂടി നീ എന്താ പറയാ മറ്റേ വിരഹവേദന എന്താ വെച്ചാല് വിഭാരനായിട്ടുള്ള ഒരു പത്നി, ഭർത്താവില്ലാതെ നീ അവിടെ കഴിയുന്ന അവളാണ് അമ്പയായിട്ട് വരുന്നത്. ഇവർ രണ്ടുപേരും ഇരുധ്രുവത്തിൽ വരുന്നത് അങ്ങനെയാണ്. ദ്യോവാണ് ഈ ഇത് വിഭാരനായിട്ട് കഴിയുന്നതും അദ്ദേഹത്തിന്റെ പത്നിയാണ് നിർബന്ധപൂർവം പശുവിനെ വേണം എന്ന് നിർബന്ധപൂർവം പറഞ്ഞത്. അദ്ദേഹമാണ് ഇതിങ്ങനെ വരുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ വളരെ നല്ല ആഡ് ചെയ്തെന്നുള്ളൂ പറഞ്ഞത്. പിന്നെ വേറൊരു പോയിന്റ് പ്രഭു, ഇപ്പൊ നമ്മൾ വസിഷ്ഠ മുനിയാണല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനെ ശപിച്ച് ഇങ്ങനെ ഭീഷ്മാചാര്യന്റെ ഒരു ലൈഫ് കിട്ടിയത്. ഭീഷ്മാചാര്യൻ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് അവിടെ വസിഷ്ഠനും ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല. അത് നമ്മുടെ ഈ പർപ്പറ്റിൽ പറയുന്നുണ്ട്. ഒരുപാട് സന്യാസിമാര്, പർവ്വതമുനി, ദൗമ്യൻ, അതില് പ്രഭുപാദ് പർപ്പറ്റിൽ പറയുന്നുണ്ട് അവിടെ വസിഷ്ഠനും ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊരു ഒരു കോയിൻസിഡൻസ് എന്ന് നോക്കണം. ഒരാള് ശപിച്ചു, അപ്പം ശ്രേഷ്ഠരായുള്ള ആൾക്കാര് ശപിച്ചു കഴിഞ്ഞാൽ അതും നല്ലതാണ് എന്ന് കാണിക്കുന്ന അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് പറയാം. അതെ, അതേപോലെ തന്നെ ഭീഷ്മര് യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് ലാസ്റ്റ് മൂമെന്റില്, ഞാന് ധർമ്മത്തെ പുലർത്തുന്ന ധർമ്മത്തെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഒരേ ഒരു തെറ്റ് ചെയ്ത് അമ്പോട് മാത്രമാണ്. ദ്രൗപദിയോട് വസ്ത്രാക്ഷേപ സമയത്ത് ആക്ഷേപിക്കുമ്പോൾ അത് എനിക്ക് എന്താ പറയാ, എനിക്ക് ഗിൽറ്റി ആയിട്ടില്ല. പക്ഷെ എനിക്ക് സംഭവിച്ചത്, എന്റെ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് അത് അമ്പയോടാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ ശരിക്ക് ഇവിടെ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ എന്താ പറയാ ആ പെനൻസ് അദ്ദേഹത്തിന് പിൻവലിക്കാമായിരുന്നു. പക്ഷെ പിൻവലിച്ചില്ല. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിന്നു. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അത്രയും സ്ട്രോങ് ആയിട്ട് വരുമ്പോ അബലയായിട്ടുള്ള ഒരു സ്ത്രീയാണ് വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ആരുമില്ല, സ്വാല മഹാരാജാവ് കൈയൊഴിഞ്ഞു, പിന്നെ അങ്ങാണ് എന്നെ ബലാത്കാരേണ കാശിരാജാവിന്റെ 3 പെൺകുട്ടികളെ തന്റെ അനുജന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ അനുജന് വേണ്ടിയിട്ട് എന്തിനാണ് ചേട്ടൻ കൊണ്ടുവരേണ്ട ആവശ്യം, അനുജന് വരാമായിരുന്നില്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് യുധിഷ്ഠിരനോട് വിഷ്ണു സഹസ്രനാമ പറയുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരാളോട് മാത്രമേ ഗിൽറ്റി ഉള്ളൂ, അത് അമ്പോടാണെന്ന് പറഞ്ഞു. അമ്പേനെ വേൾക്കാൻ ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ആ ദൃഢപ്രതിജ്ഞയിൽ പിടിച്ചു നിന്നു എന്നുള്ളത്. കാരണം അദ്ദേഹം കാരണം കൊണ്ടാണ് അമ്പ ദേഹത്യാഗം ചെയ്ത് ചിത കൂട്ടിയിട്ട് അതില് ഒരു അബലയായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ എരിഞ്ഞടങ്ങാണ് ചെയ്തത്. ശരിക്കും പൂർവ്വജന്മത്തിലെ അമ്പ ഭീഷ്മരുടെ ഭാര്യ തന്നെയാണ്, ദ്യോവിന്റെ ഭാര്യയാണ്. ആ വസിഷ്ഠന്റെ പശുവിന് ദായ കാരണമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കേൾക്കാവോ പ്രഭു? കേൾക്കാം പ്രഭു. ഞാൻ ആ സുരേഷ് പ്രഭുവിന്റെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യാവോ പ്രഭു? ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ഔട്ട്സൈഡ് ആണ് കേട്ടോ, ഔട്ട്സൈഡ് ആണ് ഞാൻ. പിന്നെ ക്യാമറ ഓൺ ചെയ്യാം. ഔട്ട്സൈഡ് ആണ് ഞാന്. കാണാമല്ലോ എന്ന് വിചാരിച്ചാ. ഒരു കാര്യം ചോദിക്കണായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. കൊടുത്തും പറഞ്ഞില്ലേ, അതായത് ശ്രീകൃഷ്ണന്റെ 3 കാര്യങ്ങൾ 3 പേർക്ക് കൊടുത്തു എന്നുള്ള അതൊന്ന് റിപ്പീറ്റ് ചെയ്യോ? എന്താണ് മാതാജി? അതായത് ശ്രീകൃഷ്ണൻ ഒടുക്കം കൊടുത്തു 3 പേർക്ക്, ഒന്ന് ഫ്രണ്ട്ഷിപ്പ്, ഒരെണ്ണം ഉപദേശം, അങ്ങനെ എന്തോ പറഞ്ഞല്ലോ ലാസ്റ്റ് ഏറ്റവും. അല്ല പ്രഭു, അദ്ദേഹം മാതാജി ചോദിക്കുന്നത് മനസ്സ്, ആത്മാവ്, ആത്മാവ്. അതായത് ഭീഷ്മദേവന്റെ ആത്മാവ് ഭഗവാന് കൊടുത്തു, മനസ്സ് അർജുനന് കൊടുത്തു, ശരീരം കൗരവന്മാർക്ക് കൊടുത്തു. ഭീഷ്മരുടെ കാര്യം ഭീഷ്മര് കൗരവന്മാരുടെ കൂടെയാണല്ലോ നിന്ന് യുദ്ധം ചെയ്തത് ഭഗവാനെതിരായിട്ട്.
അതെ, പക്ഷേ ഭഗവാനാണോ ഭീഷ്മരാണോ എന്ന് പെട്ടെന്ന് ആ കിട്ടിയില്ല. ഓക്കെ നന്നായിരുന്നു, ഓക്കെ. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഐ എം വെരി ഹാപ്പി. ഐ ഹാവ് ജോയിൻ ദിസ് ഗ്രൂപ്പ്. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ. എനിക്ക് അതിലൊരു ഡൗട്ട് തോന്നി, എന്തിനാ ചോദിച്ചോളൂ. ഭീഷ്മദേവ വൈകുണ്ഠ ലോകത്തേക്ക് പോണത്? നിർവികൽപ്പ സമാധിയിൽ ഇരുന്നിട്ട് ഭഗവാന്റെ ദ്വിഭുജ രൂപം ഭഗവാൻ ഉം, കാണിച്ചു കൊടുക്കാൻ അവിടെ വന്നുല്ലോ, ഉം, അടുത്തുണ്ടായില്ലോ സമയത്ത്. ഉം. അപ്പൊ എന്തിനാണ് അങ്ങനെ പോണത്? ഭഗവാന്റെ ആ ടോപ്പ് മോസ്റ്റ് പ്ലാനറ്റിലേക്ക് പോവായിരുന്നില്ലേ? അതിൽ ഇനിയിപ്പോ എന്തെങ്കിലും ഭീഷ്മദേവൻ ആ വീര്യരസങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു സഹചാരി തന്നെയായിരുന്നു, ആ ലീലകളിൽ കൂടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയല്ലേ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ. ഇത് വൈകുണ്ഠ എന്തിനാ അങ്ങനെ ലോകത്തിലാണ് പോയത്? വൈകുണ്ഠ അങ്ങനെ ലോകത്തിലാണ് പോണതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ ചെന്ന് ചതുർഭുജനായിട്ട് ആ രൂപം കാണിച്ചു കൊടുത്തെന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ വൈകുണ്ഠ ലോകത്തിൽ പോകുന്നു എന്ന് ഇതില് പറഞ്ഞിട്ടില്ല. അല്ലേ, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ പാർത്ഥസാരഥി രൂപത്തിൽ വൈകുണ്ഠധാമെന്ന്. അപ്പൊ തെറ്റായിട്ട് ധരിച്ചിരിക്കുന്നത്. ഉം. ഹരേ കൃഷ്ണ. അത് നോക്കാം മാതാജി, ഒന്നുകൂടെ നോക്കാം. ഓക്കെ ഹരേ പ്രഭു. കൃഷ്ണ. പ്രഭു താങ്ക് യു പ്രഭുജി പ്രഭു. ക്ഷമിച്ചാലും പ്രഭു ദയവായി ക്ഷമിച്ചാലും പ്രഭു സാന്ദരസം, സഖ്യരസം, വാത്സല്യരസം, മധുരസം, ഇത് ഏത് രസത്തിലായാലും വൈകുണ്ഠ ലോകത്തിലാണെങ്കിൽ കൂടിയും നമുക്ക് അതൊരു കുറവല്ല. വൈകുണ്ഠ ലോകം വലിയ ഒരു 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 നല്ല സ്ഥലം തന്നെയാണ്. അല്ലാതെ ഗോലോകം എത്തിയാല് അങ്ങനെ ഇല്ല. കാരണം അത് വൈകുണ്ഠ ലോകത്ത് എത്തിയാൽ കൂടി നമുക്ക് തിരിച്ചു വരേണ്ടതില്ലല്ലോ. അപ്പൊ ഗോലോക അതെ, വൃന്ദാവനം അതെ, അതെ. മാത്രമേ ഉള്ളൂ എന്നല്ല അതിനർത്ഥം. സഖ്യരസവും ഭഗവാന്റെ സേവനത്തിൽ തന്നെയാണ്. മാധുര്യ രസവും ഭഗവാന്റെ സേവനത്തിൽ. പക്ഷെ എല്ലാവർക്കും മാധുര്യ രസം അല്ലല്ലോ. അതെ, അപ്പൊ അതെ, അതെ, അതുകൊണ്ട് അതെ. എല്ലായിടത്തും ഭഗവാന്റെ സേവനത്തിന് ആള് വേണ്ട. എല്ലാവരും ഗോലോകത്ത് പോയാൽ വൈകുണ്ഠത്തിൽ സേവ ചെയ്യാൻ ആരുള്ള? ഉം, ഉം, അതുകൊണ്ട് ഉം. അതും ഒരുപോലെ തന്നെ ഉയർന്ന പോസ്റ്റ് തന്നെയല്ലേ പ്രഭുവിന്റെ അഭിപ്രായം എന്താ? അതെ, തീർച്ചയായിട്ടും. പ്രഭു ചോദിച്ചത് വളരെ വാലിഡ് പോയിന്റ് ആണ്. എല്ലാരും ഗോലോകത്ത് പോയി കഴിഞ്ഞാൽ വൈകുണ്ഠ ലോകത്തിലും ആള് വേണ്ടയോ? അല്ലേ? നാരായണനെയും സേവിക്കാൻ ആള് വേണമല്ലോ. അതെ, അതെ. Right. തീർച്ചയായും പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് പ്രഭു തുടങ്ങുന്നു വളരെ എന്നല്ലേ നല്ല സ്വാമിജി ക്ലാസ്സായിരുന്നു പ്രഭു. പറയുന്നത്? താങ്ക് യു പ്രഭു. പ്രഭു താങ്ക് യു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോന്ന് അറിയില്ല. നമ്മൾ ആരെയാണോ വർഷിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഉം, ലോകത്തേക്കാണ് പോവുക എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ ജഗന്നാഥിനെ ആണെങ്കിൽ ജഗന്നാഥിന്റെ ലോകമുണ്ട്, പാർത്ഥസാരഥിയുടെ ലോകമുണ്ട്. ഭീഷ്മര് വർഷിപ്പ് ചെയ്തിരുന്നത് പാർത്ഥസാരഥി രൂപത്തെയാണ് ഭീഷ്മര് ഇഷ്ടപ്പെട്ടിരുന്നത്. ആ അതെ, രീതിയിൽ അതെ. ഭഗവാനായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ് ഭീഷ്മദേവൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പൊ ഉം, ഭീഷ്മദേവൻ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന സ്ഥലത്താണ് ഭീഷ്മദേവൻ എത്തിക്കുന്നതും എത്തപ്പെടുന്നതും. അതുകൊണ്ടാണ് ഭീഷ്മദേവൻ അവിടെ പോയത്. ഭീഷ്മദേവൻ ദ്വിഭുജ രൂപം ശ്യാമഗോപാലനെയാണ് ഇഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ അവിടെ ഗോലോകത്തെത്തുമായിരുന്നു. പോവായിരുന്നു. അതെ, അല്ല നമ്മളിപ്പോ ആരായാലും ചിലർക്ക് നരസിംഹദേവനായിരിക്കും നമ്മുടെ ആ ഒരു വർഷിപ്പ് ചെയ്യണ ആ ഡീറ്റി അതെന്താണോ, ചിലർക്ക് ജഗന്നാഥിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും ആ സ്നേഹവും ഇഷ്ടവും അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും എത്തപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രഭു ശരിയാണോന്ന് അറിയില്ല. ശരിയാണ് അതുകൊണ്ടാണ് മാതാജി പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ഭീഷ്മദേവൻ ഈ പാർത്ഥസാരഥി രൂപത്തിനെ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. ഈവൻ അർജുനൻ പോലും പാർത്ഥസാരഥി എന്നുള്ള രൂപത്തില് അർജുനൻ തിരിഞ്ഞു നിന്നല്ലേ യുദ്ധം ചെയ്യുന്നത്. അതെ, അല്ല അതുകൊണ്ട് ഭീഷ്മദേവൻ ആഗ്രഹിക്കുന്നതും ആ ചതുർഭുജ രൂപത്തില് എന്റെ അടുത്ത് നിൽക്കണം, എനിക്ക് കാണണം എന്നാണ് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. അതുകൊണ്ടാണ് ഭീഷ്മദേവൻ അങ്ങോട്ട് പോയത് എന്ന് മനസ്സിലാക്കുന്നു പ്രഭു. അതെ അതെ അതെ. സ്വാമിജി ഇന്ന് തുടങ്ങുന്നു എന്നല്ലേ ഇട്ടിരുന്നേ? അപ്പൊ ഇത് പക്ഷെ റാൻഡം ആയിട്ട് സ്വാമിജി ഓരോരോ പോർഷൻ എടുത്ത് പറയൂ അല്ലേ? അല്ലല്ല, ഒരു മാസം മുമ്പേ നമ്മളിത് ഇടും. അല്ലെ, ഇത് പ്രോഗ്രാം തുടങ്ങിയിട്ട് കുറെ നാളായി. നമ്മൾ ഓരോ മാസം മുമ്പും ഓരോ ശ്ലോകം, ഓരോ ദിവസം ഓരോ ശ്ലോകം. ഹരേ കൃഷ്ണ. ആദ്യം നമ്മളിത് ആദ്യം തൊട്ട് തുടങ്ങിയിട്ട് ഇന്ന് 9th ചാപ്റ്ററിൽ എത്തി നിൽക്കുകയാണ് മാജി. നമ്മൾ അവതാരിക തൊട്ട് തുടങ്ങിയതാണ് മാജി. മനസ്സിലായി. ഞാൻ കണ്ടിരുന്നു. ഞാനപ്പോ ഇന്നും ഇങ്ങനെ അങ്ങനെ കണ്ടപ്പോ ഞാൻ വെച്ച് ഇന്ന് എന്തായാലും അങ്ങ് തുടങ്ങിയേക്കുന്നത്. താങ്ക് യു മാജി, താങ്ക് യു. ഹരേ കൃഷ്ണ.
ഇതിനു മുമ്പത്തെ ക്ലാസ് എല്ലാം അഭയചരണം TV എന്നുള്ളൊരു യൂട്യൂബ് ചാനലില് അവതാരിക മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ശ്ലോകവും ഒരു ദിവസം ഒരു ദിവസം ഒരു ശ്ലോകം എന്നുള്ള രീതിയിൽ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാതാജി. പ്രഭുവിനെ പോലെ വളരെ നല്ല വൈഷ്ണവരുടെ വ്യത്യസ്ത അഡ്വോട്ടിമാരുടെ ക്ലാസ്സുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. അഭയചരണം TV, അഭയചരണം TV. അതായത് ഇപ്പോ മാതാജിക്ക് കിട്ടിയ ലിങ്കിൽ ആ യൂട്യൂബിന്റെ ലിങ്ക് ഉണ്ട്, അവൈലബിൾ ആണ്. അതിൽ അമർത്തിയ യൂട്യൂബിൽ കയറാം. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ക്ലാസ് മാതാജിക്ക് കേൾക്കാം. അത് കേട്ട് നമ്മുടെ ഒപ്പം എത്താൻ ദയവായി ശ്രമിച്ചാലും മാതാജി വന്നാലും മാതാജി എല്ലാ ദിവസവും ദയവായി രാവിലെ വരൂ മാതാജി. മാതാജിയുടെ സ്ഥലം എവിടെയാണ്? ഞാൻ ഇപ്പൊ ബാംഗ്ലൂരാണ്. ഞാൻ ആക്ച്വലി ഐ ബിലോങ് ടു ട്രിവാൻഡ്രം. ഓക്കെ, തിരുവനന്തപുരം. സ്വാഗതം വന്നാലും മാതാജി ദയവായി ക്ലാസ് കേട്ടാൽ. താങ്ക് യു. എല്ലാ ദിവസവും നമ്മുടെ കൂടെ രാവിലെ 8 മണിക്ക് ജോയിൻ ചെയ്താലും മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, അത് കൂടാതെ തന്നെ ഈ 5 രസങ്ങൾ കൂടാണ്ട് പിന്നെ സബായിട്ട് വരുന്ന രസങ്ങളുണ്ടല്ലോ, വീര്യരസം അങ്ങനെയൊക്കെ ഉള്ള. അതില് ഭീഷ്മദേവൻ വീര്യരസത്തിലാണ് ഭഗവാനെ വർഷിപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ ഒരു രസത്തിലാണ് ഭീഷ്മദേവൻ എത്തിപ്പെടുന്നത്, അവിടെ ആകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഭീഷ്മദേവൻ അവിടെ എത്തിയത്. ഭീഷ്മദേവന്റെ ആഗ്രഹമാണത് അവിടെ എത്തണമെന്ന്. ഓരോരുത്തരുടെ ഇഷ്ടം ആഗ്രഹമാണ് ഓരോരുത്തരെ എത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കഥാമൃത പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു പ്രഭുജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.